ഗുഡ് ഈവനിങ് ടു ആൾ. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അണ്ടർ-17 ഗേൾസിൻ്റെ ചാമ്പ്യന്മാരാണ്. കടമത്ത് ടീമാണ് ചാമ്പ്യന്മാരായിരിക്കുന്നത്. ഇവരെ ഒന്ന് പരിചയപ്പെടാം. പേര് പറയും മോളെ. ഹസന തസ്ലിം. സുവൈബ. അബ്ദുൾ റസാഖ് ടീം മാനേജർ. ഈ ടീം മാനേജറാണ് റസാഖ് സാറാണ്. ഓക്കെ, അപ്പോൾ ആരായിരുന്നു ഓപ്പോസിറ്റ് ടീം ഉണ്ടായിരുന്നത്? ഏത് ടീമായിരുന്നു? കൽപ്പേനി. കൽപ്പേനിയുമായിട്ടാണ് കളിച്ചത്. എത്ര സെറ്റ് കളിച്ചു? സെക്കൻഡ്. 2 സെറ്റിൽ നിങ്ങൾ ഫിനിഷ് ചെയ്തു അല്ലേ? എങ്ങനെ സ്കോർ എങ്ങനെയായിരുന്നു? സെറ്റ് ഓവർ സെറ്റ് ഈക്വൽ ആണ്. സെക്കൻഡ് സെറ്റ് നിങ്ങളുടെ ആധിപത്യമായിരുന്നു അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ചാമ്പ്യൻ അണ്ടർ-17 നേടുന്ന കഴിഞ്ഞ വർഷം അണ്ടർ-14 കളിച്ചവരാണ് നിങ്ങൾ? ഫസ്റ്റ് ടൈമാണ് LSCക്ക്? അണ്ടർ-19. ഓക്കെ. അപ്പൊ ആരായിരുന്നു കോച്ച് ചെയ്ത്? എങ്ങനെയായിരുന്നു നിങ്ങളെ കോൺഫിഡൻസ്? എങ്ങനെയായിരുന്നു? നിസാർ സാറായിരുന്നു കോച്ച്. നിസാർ സാറാണ്. നിസാർ സാർ ആണ്, നല്ല കോച്ചിങ് ആണ് നിസാർ സാർ. എത്ര മാസം കോച്ച് ചെയ്ത് നിങ്ങൾ? 1 month. 1 month ആകെ കോച്ച് ചെയ്ത്. അപ്പൊ നിങ്ങളെ ഫാമിലി ആരെങ്കിലും ബാപ്പ ആരെങ്കിലും പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ ഈ ഷട്ടിൽ? ഫാമിലി ഫുൾ സപ്പോർട്ട്. ബാപ്പ കളിക്കുന്നുണ്ടാ? ഇല്ല, ബാബ കളിക്കില്ല. ഇവിടെ കളിക്കണ്ടേ? ഓക്കെ, അപ്പൊ ബാപ്പ സപ്പോർട്ട് ഉണ്ട് ഫുള്ള്. കമാൽ സാർ പ്രിൻസിപ്പൽ സാറിന്റെ മോളാണ്. ഓക്കെ, അപ്പൊ സാറ് നല്ല പ്ലെയർ ആണെന്ന് തോന്നുന്നു, കമാൽ സാർ അല്ലേ? അപ്പൊ ടീം മാനേജർ എന്ത് പറഞ്ഞു ഇവരെ കുറിച്ച്? നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു വരുമ്പോ? വളരെ സന്തോഷമുണ്ട്. നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇവരെ കളിക്കുമെന്ന്. ആ രീതിയിൽ ഞങ്ങളെ പ്രതീക്ഷ കാത്തുകൊണ്ട് തന്നെ അവരെ കളിച്ചു. അതിൽ വളരെ സന്തോഷമുണ്ട്. അവർക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നാഷണൽ കിട്ടുമെന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അവര് +2 ആണ്, ഗ്രേസ് മാർക്കുണ്ട്. ഓക്കെ, താങ്ക് യു. പിന്നെ പറയാനുള്ളത്, ഇനി വരുന്ന കടമത്തിൽ ഏതാണ് സ്കോപ്പ് ഉള്ളത്? അടുത്ത എൻ്റർ ചെയ്ത് ഇപ്പോ അണ്ടർ-17 ഗേൾസ് കളിച്ചുകൊണ്ടുണ്ട്. അത് ഫൈനൽ കളിച്ചുകൊണ്ട് എഗൈനിസ്റ്റ് ചേത്തലാം. നാളെ ഇത് അണ്ടർ-14 ഗേൾസിന്റെ ഒരു ഫൈനൽ കൂടിയുണ്ട്. അതും എഗൈനിസ്റ്റ് ചേത്തലാം തന്നെയാണ്. പിന്നെ ഒരു ബീച്ച് വോളിബോൾ ഉണ്ട് എഗൈനിസ്റ്റ് അണ്ടർ-17 ആന്ധ്രോത്ത്, അതിന്റെ ഫൈനലും ഉണ്ട്. അങ്ങനെ 4 മാച്ച് ഉണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ സ്കോർ നിങ്ങളെ ഏത് പൊസിഷനിലാണ് പ്രതീക്ഷിക്കുന്നത്? അമ്മേനിയെ കവർ ചെയ്യോ? അമിനിയെ കവർ ചെയ്യില്ല. ഞങ്ങൾക്ക് ഇപ്പൊ ഓൾറെഡി കിൽത്താനെ കവർ ചെയ്ത് കഴിഞ്ഞു. അത്ഭുതങ്ങൾ സംഭവിച്ചാൽ ഞങ്ങൾ 3rd പൊസിഷനിൽ ഇവിടെ നിന്ന് പോകാനാണ് സാധ്യത. ആരാണ് പിന്നെ കോമ്പറ്റ് ചെയ്യാനുള്ള ടീം? ഞങ്ങൾ കോമ്പറ്റ് ചെയ്യുന്ന അഗത്തിയായിരിക്കും അല്ലേ? അപ്പൊ കിൽത്താൻ താഴെ വരും, ഒരു 5ാം സ്ഥാനത്ത് വന്നു കഴിഞ്ഞു അല്ലേ? ഓക്കെ, എനിവേ എന്തായാലും ഒരു കളിയാണ്, മാച്ചാണ്. ഹോം ടീമിന് എന്തായാലും സങ്കടം ഉണ്ടാവും. പക്ഷേ നിങ്ങൾ നന്നായി കളിച്ചു, വെരി ഗുഡ്. LSC മൊത്തം നിങ്ങൾ എങ്ങനെ ഫീൽ ചെയ്യുന്നു ഇവിടെ വന്നിട്ട് കിൽത്താനെ കുറിച്ച്? ഭയങ്കര ഇതായിട്ട് തോന്നി, ഗ്രാൻഡ് ആയിട്ട് LSC തോന്നി. ബുദ്ധിമുട്ട് അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ, സപ്പോർട്ടും കാര്യവും എല്ലാം കിട്ടീന്. ഗ്രൗണ്ട് സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, മികച്ച രീതിയിൽ അറേഞ്ച് ചെയ്തിന്. നാടായതുകൊണ്ട് പൊക്കി പറയേണ്ട ആവശ്യമില്ല. നല്ല ഓർഗനൈസിംഗ് ആയിരുന്നു. കഴിഞ്ഞ ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതിന് ഇതിന്റെ ഓർഗനൈസിംഗ് കമ്മിറ്റിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. പ്രതികരിച്ചതിന് ഒരുപാട് നന്ദി. ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. താങ്ക് യു സാർ.